ഹായ് ഗൈസ്, ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് ബാംഗ്ലൂരിലോട്ടുള്ള ഈ ഗരീബ് രഥ് ട്രെയിനിൽ യാത്ര ചെയ്തത്. ഈ G14 എന്ന് പറഞ്ഞ കോച്ചായിരുന്നു എൻ്റെ കോച്ച്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും സ്നേക്ക് ഓൺ ദ പ്ലെയിൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പടം കണ്ടിട്ടുണ്ടാവും. എനിക്ക് അതേപോലത്തെ ഒരു അനുഭവമായിരുന്നു ഈ ട്രെയിനിൽ. ഒരു പാസഞ്ചർ ഈ ട്രെയിനിൽ ഒരു പാമ്പിനെ കാണുകയും അദ്ദേഹം ടോർച്ചടിച്ച് നോക്കിയപ്പം പാമ്പ് ട്രെയിനിൻ്റെ ഒരു AC വെൻറ്റിൻ്റെ ഇടയിലോട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിനകത്തോട്ട് കയറി പോവുകയും അതിനുശേഷം പറ്റിയ കാര്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ആ പാമ്പിനെ കണ്ടു എന്ന് അദ്ദേഹം TTയോട് ഇൻഫോം ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും, പാസഞ്ചേഴ്സ് എല്ലാവരും ഞങ്ങൾ അറിയുന്നത് അതിനകത്ത് പാമ്പുണ്ടെന്നുള്ളത്. പിന്നെ അവരുടനെ TT അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ് പോലീസൊക്കെ എറണാകുളം ആയപ്പോഴത്തേക്ക് ട്രെയിൻ നിർത്തി അതിനകം മൊത്തം ചെക്ക് ചെയ്തു. അതിനകത്ത് അവരെ കൊണ്ട് പറ്റിയ സൈഡിലെല്ലാം അവർ പേപ്പേഴ്സൊക്കെ വെച്ച് കവർ ചെയ്തെങ്കിലും ആ പാമ്പിനെ പിടിക്കാൻ പറ്റിയില്ല. ബട്ട് അതൊരിച്ചിരി എന്താ പറയുക, ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെ ആയിരുന്നു. ഹവെവർ ഇറ്റ് വാസ് എ സേഫ് ജേർണി. ഞങ്ങൾ സേഫായിട്ട് ബാംഗ്ലൂരിൽ ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ ഒരു പാമ്പൊക്കെ ഒരു ട്രെയിനിൽ കയറി വരിക എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ഒരു കാര്യം തന്നെയാണ്. ചെരുപ്പിനകത്തൊക്കെ ശരിക്കും നോക്കിയത് കോട്ടി കോട്ടി പറയാൻ പറ്റില്ല. സത്യം സത്യം. ഒന്നര മണിക്കൂറിന് ഡിലേ കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് എടുത്തത്. അപ്പോൾ ഇപ്പോൾ ആ പോലീസുകാരൻ ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസും ഒക്കെ കളക്ട് ചെയ്യുകയാണ്. പുള്ളിയാണ് ഈ പാമ്പിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഗ്യാപ്പിനിടയിലൂടെ കയറി പോയെന്ന് പറയും. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ കുറേ വെൻസും കുറേ അൺനെസസറി ഹോൾസൊക്കെ എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനത്തെയൊക്കെ ക്രീച്ചേഴ്സിനകത്ത് കയറുന്നത്. ഇപ്പോൾ ഇവർ ചെയ്താണ് ഈ പേപ്പറൊക്കെ വെച്ച് കോൺട്രാക്ട് ഗ്യാപ്സ് എല്ലാം ഫില്ല് ചെയ്തത്.